ഈ ഒരു വേഷത്തിൽ എന്താണെന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു, അങ്ങനെ കോസ്റ്റ്യൂം ഇട്ടതാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പേ ന്യൂസ് 80ക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, നമുക്കൊരാപത്ത് ഘട്ടം വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല കൂടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ പറ്റി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ പലരുമായിട്ട് എൻക്വയറി ചെയ്യുന്നുണ്ട്, എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ കരുതി അതൊരു വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ എനിക്ക് വയ്യ, അതുകൊണ്ടാട്ടോ. അപ്പം സംഭവം എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ ലൈഫിൽ പഠിച്ചൊരു പാഠത്തിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എന്താ വെച്ചാൽ, നമ്മുടെ ചുറ്റിലും പലരുമുണ്ട് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് നമ്മൾ ഓരോ ദിവസവും ജീവിച്ചു പോകുന്നത്, ഇല്ലേ? നമുക്കൊരാപത്ത് ഘട്ടം വന്നാൽ നമ്മളൊക്കെ ഓടി വരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ള ഒരു പൊട്ടത്തരവും കൊണ്ടിട്ടാണ് നമ്മൾ ഓരോ മനുഷ്യരും ജീവിക്കുന്നത്. അത് സത്യമായിട്ടുള്ളൊരു സംഭവമാണ്. എന്താ വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവം ഉണ്ടായൊരു കാര്യമാണ്. കാരണം ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഓടി വരാൻ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റിലും എന്നുള്ളൊരു പൊട്ട ചിന്താഗതിയും കൊണ്ടിട്ട് ജീവിച്ച് നടന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവരും കൂടി എന്നെ ഹണി ട്രാപ്പുകാരിയാക്കി, ഞാനൊരു തെറ്റും ചെയ്യാതെ തെറ്റുകാരി എന്ന് മുദ്ര കുത്തിയ സമയത്ത് ജീവിതം പതറിപ്പോയൊരു നിമിഷം എനിക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു നിമിഷത്തിൽ എൻ്റെ മുമ്പിൽ മരണമല്ലാതെ വേറൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞൊരു നിമിഷം. ആ ഒരു നിമിഷം വല്ലാത്തൊരു അവസ്ഥയാട്ടോ. ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ്. എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ കണ്ണ് തുറന്ന് നോക്കുമ്പം ചുറ്റിലും ഇരുട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, എവിടെയും നമുക്കൊരു വെളിച്ചം കാണാൻ പറ്റില്ല. നമുക്കൊരു കാലത്ത് വെളിച്ചമായ ആൾക്കാരൊക്കെ നമ്മളെ ഇരുട്ടത്തേക്ക് പറഞ്ഞയക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു മൊമെൻ്റാണ്. അപ്പം എൻ്റെ മുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന്. കാരണം ഞാൻ വിശ്വസിക്കുന്നൊരു സംഭവമുണ്ട്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ ജീവിച്ചിരിക്കുമ്പം കിട്ടാത്ത നീതി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവരത് നേടിത്തരും എന്നുള്ളതാണ്. കാരണം ജീവനോടൊക്കെയുള്ള സമയത്ത് ആർക്കും നീതിയും ന്യായവും ഒന്നും മേടിച്ചു കൊടുക്കാൻ നേരം ഉണ്ടാവില്ല, ആർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനും ആരും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ മരണം മാത്രമാണ് മുമ്പിൽ എന്നുള്ളത് കൊണ്ട് ഞാൻ മരണത്തെ തിരഞ്ഞെടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ആ ഒരു അവസ്ഥയിൽ പലരും പറഞ്ഞു ഞാൻ അഭിനയിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഞാൻ പറയാനും ബേബി മെമ്മോറിയലിൻ്റെ ഷീട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. MMC കൊണ്ടുപോയ സമയത്ത് അവിടുത്തെ മാറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അങ്ങനെ ബേബി മെമ്മോറിയലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ 2 ദിവസം ഞാൻ ICUവിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും പറഞ്ഞു കപട നാടകമാണ് എന്ന് പറഞ്ഞപ്പം ഞാൻ അവരോട് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, നാടകം കളിക്കാനാണെങ്കിൽ MMC പോലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലുള്ള ഹോസ്പിറ്റലേ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. കാര്യം എന്താ വെച്ചാൽ, ചത്തതുമില്ല, എനിക്ക് 50,000 രൂപ ബില്ലും. ആ 50,000 രൂപ കണ്ടപ്പം എനിക്ക് അറ്റാക്ക് വരാതിരുന്നത് എൻ്റെ ഭാഗ്യമെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് 50,000 രൂപ കൊടുത്ത് അഭിനയിക്കാൻ. ഞാൻ സിനിമാ നടിയൊന്നും അല്ലല്ലോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലായി കുറച്ച് സീരിയസ് ആയി ആണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും അറിയില്ല. എൻ്റെ മൂത്ത സിസ്റ്റർ എടുത്ത് പറഞ്ഞു വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയം എൻ്റെ ഹസ്ബൻഡിനെ അവർ ഡോക്ടർ കോണ്ടാക്ട് ചെയ്ത് കണ്ടിട്ട് പോകണമെങ്കിൽ കണ്ടിട്ട് പോയിക്കോളിന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. സത്യമായിട്ടുള്ളൊരു സംഭവമാണത്. എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന് നാട്ടിലേക്ക് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ വെൻറ്റിലേറ്ററിലേക്ക് കൂടി മാറ്റണമെന്ന് കേട്ടപ്പം അരുണ് ഒരുപാട് പ്രാവശ്യം സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ച് നോക്കി. ഞാൻ ഇവിടുന്ന് മെഡിസിൻ എടുത്ത് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഞാൻ വിളിച്ച അവസാനത്തെ കോൾ എന്ന് പറയുന്നത് സുരേഷ് ഗോപി ചേട്ടനെയാണ്. കാരണം മരണത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ ലാസ്റ്റത്തെ ഒരു കച്ചിത്തുരുമ്പ് എന്നുള്ള നിലയിലാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടനെ വിളിക്കുന്നത്. പക്ഷെ ഫോൺ എടുത്തില്ല. ഞാൻ പിന്നെ സുരേഷ് ഗോപി ചേട്ടൻ്റെ PA ഉണ്ട്, എന്തെന്നായിരുന്നു അവരുടെ പേര്, ആ ചേച്ചിക്ക് ഞാൻ മെസ്സേജ് ചെയ്തു.
ഷിനോ ചേട്ടന് ഞാൻ മെസ്സേജ് ചെയ്തു. മരണത്തിൻ്റെ വക്കിലാണ് ഞാൻ നിൽക്കുന്നത്, ഒന്ന് സുരേഷ് ഗോപി ചേട്ടനോടൊന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറയോ എന്ന് ചോദിച്ചിട്ട് സുചിത്രേച്ചിക്കും ഷിനോ ചേട്ടനൊക്കെ ഞാൻ മെസ്സേജ് ചെയ്തു. സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം, ആർക്ക് വേണമെങ്കിലും തെളിവ് ഞാൻ ഇപ്പോഴും കാണിച്ചു തരാൻ തയ്യാറാണ്. എൻ്റെ ഫോണിൽ ഇപ്പോഴും അതുണ്ട്. ലാസ്റ്റ് സുരേഷ് ഗോപി ചേട്ടന് ഞാൻ അയച്ച വോയിസ് സഹിതം എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട്. അപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു നോക്കി. മരണമെന്ന് പറയുന്ന കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പേ നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ കോൾ ചെയ്തത്. പക്ഷെ ആ ഫോൺ അറ്റൻഡ് ചെയ്തില്ല കേട്ടോ. അങ്ങനെ ആണ് ഞാൻ മെഡിസിൻ എടുത്ത് കഴിക്കുന്നത്. കാരണം ഒന്നുമില്ല, മുമ്പിൽ ഇരുട്ട് മാത്രം. അപ്പം ഞാൻ മെഡിസിൻ എടുത്ത് കഴിച്ചു. ഞാൻ ഓക്കെ, ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവുകയാണെന്ന് എൻ്റെ ഓർമ്മ വെച്ചിട്ട് ഞാൻ അവസാനമായിട്ട് കാണുന്നത് എൻ്റെ 2 മക്കളും അപ്പുറം ഇപ്പുറവും നിന്നിട്ട് കരയുന്ന ആ ഒരു മൊമെൻ്റ്. അപ്പം ഞാനിങ്ങനെ പറയാം മനസ്സുകൊണ്ട്, ഇനി എനിക്കൊരു പുലരി എനിക്കായിട്ട് ഉണ്ടാവില്ല അല്ലേ, ഇനി ഞാൻ ഈ വെളിച്ചം കാണില്ല, അല്ലേ ഞാൻ ഈ മക്കളെ കാണില്ല, എല്ലാം കഴിഞ്ഞ് നമ്മൾ 6 അടി മണ്ണിൻ്റെ അകത്തേക്ക് എന്ന് പറഞ്ഞ് പോകുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, നമ്മളിവിടെ അവസാനിക്കുകയാണ്, നമ്മുടെ ജീവിതം ഇവിടെ തീരുവാണ് എന്ന് സ്വയം ബോധ്യപ്പെടുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. അതേ നാളെ ഞാനില്ല എന്ന് അറിയക്കൊള്ള ഞാൻ കണ്ണടക്കുകയാണ്. ഇവരുടെ കണ്ണീരാണ് ഞാൻ അവസാനമായിട്ട് കാണുന്നത്. പിന്നീട് എനിക്ക് ഓർമ്മ വരുന്നത് എപ്പോഴാന്ന് വെച്ചാൽ MMCയിൽ മൂക്ക് കൂടെ പമ്പിടുന്ന സമയത്ത് ഭയങ്കര വേദനയാണ്. മൂക്ക് കൂടെ പമ്പിട്ട ആൾക്കാർക്കറിയാം. അപ്പോൾ എനിക്ക് ബോധം വരുന്നത് ഗൈസ്. അങ്ങനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണം, സീരിയസ് ആണ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരുപാട് പ്രാവശ്യം എൻ്റെ ഫോണിലും അരുണിൻ്റെ ഫോണിലുമായിട്ട് മാറി മാറി സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു നോക്കി. പക്ഷെ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. മെസ്സേജ് അയച്ചു നോക്കി, ഒരു റിപ്ലൈ ഇല്ല. കാരണം എന്തെങ്കിലും ഒരു വഴി ചേട്ടൻ കാണുമായിരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. കാരണം എന്നെ അത്രമേൽ ഉപദ്രവിക്കുന്നത് RSSൻ്റെയും BJPൻ്റെയും ആൾക്കാരായിരുന്നു, കുറച്ച് സ്ത്രീകൾ. അപ്പോൾ അവരോട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എങ്കിലും അറിഞ്ഞിട്ട് പെരുമാറാൻ പറയാനെങ്കിലും അതിനെങ്കിലും വേണ്ടിയിട്ട് അവരൊന്ന് ഫോൺ എടുക്കുമെന്ന് കരുതി. പക്ഷേ എടുത്തില്ല കേട്ടോ. അപ്പം എനിക്ക് മനസ്സിലായി, നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ വെറും കപട നാടകം നടത്തുന്ന ആൾക്കാരാണ്. നമുക്കൊരാപത്ത് ഘട്ടം വന്നാൽ ഒരു മനുഷ്യനും നമുക്കുണ്ടാവില്ല ഗൈസ്, ഒരാളും ഉണ്ടാവില്ല. നമുക്കാകെ നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയാൻ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ മക്കളും, അതിലും ഉപരി ഒരാളെയും നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഭയങ്കര അഹങ്കാരിയായിരുന്നു ഞാൻ. കാരണം ഒരു പ്രശ്നം വന്നാൽ ഇടപെടാൻ ആരൊക്കെയാ, MP, അതേപോലെ ഒരുപാട് ആൾക്കാർ എന്നുള്ളൊരു അഹങ്കാരിയായിരുന്നു ഞാൻ. ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റിലുണ്ട്, എനിക്കൊരു വിഷയം വന്നാൽ ഓടി വരാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന് അഹങ്കരിച്ചൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ആരും ഉണ്ടാവില്ല എന്ന് നമുക്ക് സത്യത്തെ മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരാപത്ത് ഘട്ടം തന്നെ നമ്മുടെ ജീവിതത്തിൽ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒരുപാട് സഹായിച്ച ആൾക്കാരുണ്ട്, ഞാൻ ഒരുപാട് വിളിച്ചു നോക്കിയ ആൾക്കാരുണ്ട്, ആരും വന്നില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ എന്നെ ചുറ്റിലോടി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. അതുകൊണ്ട് സുരേഷ് ഗോപി ചേട്ടൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അതിന് എന്തെങ്കിലും ഒരു തീരുമാനം ചേട്ടൻ ഉണ്ടാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി ഉണ്ടാക്കി തരണേന്ന് വിനീതമായിട്ട് ഒരുപാട് മെസ്സേജ് ഞാൻ ചെയ്തു നോക്കി. പക്ഷെ എനിക്കൊന്നും എന്നെ ചെയ്യാത്ത തെറ്റിന് ഹണി ട്രാപ്പുകാരിയാക്കിയപ്പം തൊട്ടിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യുക. പക്ഷേ ഒരു മറുപടി ഇല്ല ഗൈസ്. അപ്പം നിങ്ങൾ ഇത്രമാത്രം ഒരു അനിയത്തിക്കുട്ടീന്നോ ഒരു ചേച്ചീന്നോ അല്ലെ ഒരു മകളെന്നോ ഒരു പെങ്ങളെന്നോ അങ്ങനെ വേണ്ട, ഒരു ശത്രു എന്നെങ്കിലും കണക്കാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുള്ളായിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം മാത്രം ചിന്തിക്കുക. ഒരു സമയത്ത് നമ്മുടെ നേല് പോലും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങൾക്കറിയില്ലേ, ഈ ദിശകൾ മാറുന്ന സമയത്ത് നേലിൻ്റെ സ്ഥാനങ്ങളും മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ നേല് പോലും കൂടെ ഉണ്ടാവില്ല. നമുക്ക് സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം നമുക്ക് വേണമെന്നുണ്ട് ഒറ്റക്കാണ് ഇന്ന് നമ്മളെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം, സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം കിട്ടുള്ളൂ. ഒരു ആപത്ത് ഘട്ടം വരണം, അപ്പേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ നമ്മുടെ ചുറ്റിലുള്ള ഓരോ മനുഷ്യനെ. ഓക്കെ.